ഹോട്ടലൊക്കെ അദ്ദേഹം ഇങ്ങനെ ചുറ്റിപ്പറ്റി കാണുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു മുറി പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടു. അതായത് അദ്ദേഹത്തിന് മനസ്സിലായി, ആ റൂമിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഈ പ്രദേശത്തിന്റെ മുഴുവൻ ഭംഗിയും 360 ഡിഗ്രിയിൽ അങ്ങ് കിട്ടുന്നു. പുള്ളി വിചാരിച്ചു എങ്ങനെയെങ്കിലും ആ റൂം തന്നെ ഒപ്പിച്ചെടുക്കണം. കിച്ചണിൽ പോയിട്ട് അവിടെയുള്ള ആളോട് പറഞ്ഞു, എനിക്ക് റൂം വേണം, ഞാനൊരു കലാകാരനാണ്, എനിക്ക് 2-3 ദിവസം നല്ല പീസ്ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കണം. റിസപ്ഷനിസ്റ്റ് നല്ലൊരു മുറി തന്നെ നോക്കിക്കൊടുത്തു. പക്ഷേ ഈ കലാകാരൻ്റെ മൈൻഡിൽ ഓൾറെഡി ഒരു റൂമുണ്ടല്ലോ, എന്തായാലും അറിഞ്ഞു തന്നില്ല. അപ്പം പിന്നെ ചോദിച്ചങ്ങ് വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇയാൾ ചോദിച്ചു, അതെ എനിക്ക് ഈ റൂമല്ല വേണ്ടത്, എനിക്കിത് അവിടെ കിടക്കുന്ന ആ റൂം മതി എന്ന് പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിസ്റ്റ് ഒന്നും ഞെട്ടി, അയ്യോ സർ അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കലാകാരൻ ഒരുപാട് ചോദിച്ചു, അതെന്താ അത് തരാൻ പറ്റാത്തത്? എനിക്ക് ആ റൂമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, എത്ര പൈസ ആണെങ്കിൽ ഞാൻ കൂട്ടിത്തരാം. പക്ഷെ റിസപ്ഷനിസ്റ്റ് അടുക്കുന്നില്ല. സർ ദയവ് ചെയ്ത് ഞങ്ങളെ കുഴപ്പിക്കരുത്, നിങ്ങൾക്ക് തന്ന റൂമിൽ തന്നെ നിങ്ങൾ കയറിയിരിക്കണം എന്ന് പറഞ്ഞു. എന്നാലും റിസപ്ഷനിസ്റ്റ് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഈ ഒരു ചിന്തയെ തന്നെയായിരുന്നു നമ്മുടെ കലാകാരൻ. പിന്നെയും ഒരു റൗണ്ട് ട്രൈ ചെയ്തു. ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് മാനേജറോട് സംസാരിച്ചിട്ട് എനിക്ക് ആ റൂമൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ? റിസപ്ഷനിസ്റ്റ് അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ഏത് റൂം വേണേൽ തരാം, പക്ഷെ ആ റൂം മാത്രം തരാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ കലാകാരന് മനസ്സിലായി ആ റൂം എന്തായാലും കിട്ടാൻ പോകുന്നില്ല. സോ കിട്ടിയ റൂം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു പുള്ളി അദ്ദേഹത്തിന്റെ റൂമിലോട്ട് അങ്ങ് പോയി. അങ്ങനെ സമയം രാത്രിയായി.